തുടങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ അദ്ദേഹത്തിന്റെ പിതാവ് എം എ ഖാദർ സാഹിബ് അദ്ദേഹത്തിന് മരണപ്പെടുന്നതിന് മുന്നേ തന്നെ ഒരു 2 ലക്ഷം രൂപ എപ്പോഴെങ്കിലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് ഉപയോഗിക്കണമെന്ന് നിയ്യത്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ മകനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ പ്രാരംഭ പണമെന്ന് പറയുന്നത് 2 ലക്ഷം രൂപ. ആ 2 ലക്ഷം രൂപയിൽ നിന്ന് തുടങ്ങി പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്, കർഷകരാണുള്ളത്, കച്ചവടക്കാരാണുള്ളത്. എല്ലാവരും ഒരു മനസ്സോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം അവർ ചേർന്നു നിന്നു എന്നുള്ളതാണ്. അവരുടെ അധ്വാനത്തിന്റെ വിഹിതം അവർ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ഈ പള്ളിക്ക് വേണ്ടി എന്നുള്ളതും അഭിമാനപൂർവ്വം ഓർക്കേണ്ട കാര്യമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കും നിർമ്മാണ കമ്മിറ്റിയുടെ തലപ്പൂജിതമായി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെ വലിയൊരു പിന്തുണ ഇതിന് ഉണ്ടായി എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു. മഹൽ അംഗങ്ങളുടെ വലിയൊരു പിന്തുണയും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ജാതി മത ഭേദമന്യേ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ നമ്മുടെ നാടിന്റെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ അമ്പലങ്ങളും പള്ളികളും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ പ്രദേശം മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഈറ്റില്ലമായാണ് നമ്മുടെ മറവിൽ പ്രദേശം എന്ന് പറയുന്നത്. അതെക്കാലവും നിലനിൽക്കട്ടെ എന്നും സന്ദർഭോചിതമായി പറഞ്ഞുകൊണ്ട് ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നിർമ്മാണ കമ്മിറ്റിയുടെ പേരിൽ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം പറയേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസ്ബുല്ലാ ബാഫക്കി തങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വഖഫ് ചെയ്ത് നമസ്കാര യോഗ്യമാക്കി ഈ സൗദം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് വഖഫ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ മസ്ജിദ് ഔപചാരികമായ ഉദ്ഘാടനം അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹസ്ബുല്ലാ ബാഫക്കി തങ്ങൾക്ക് നിർമ്മാണ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനും നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനും മസ്ജിദിന്റെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എ എൻ ഷാഫി അവരുടെയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യേണ്ടത് പിന്നെ ബഹുമാനപ്പെട്ട അൻസർ മന്നാനി. അദ്ദേഹത്തെ കുറിച്ച് കൂടി പറയാതിരിക്കുവാൻ കഴിയില്ല. കഴിഞ്ഞ 20 വർഷമായി ഈ പ്രദേശത്ത് ദീനീ പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അൻസർ ഉസ്താദ്. നമ്മുടെ മഹലിലെ ബ്രാഞ്ചുകളിൽ ഏറ്റവും പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ് മൊറങ്ങയിൽ മുഹീദ്ദീൻ ഇവിടുത്തെ മദ്രസയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മേഖലയിലെ ദറസ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു ദറസിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഈ യുദ്ധത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് എന്നുകൂടി സന്ദർഭമായി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ജമാഅത്ത് കമ്മിറ്റിയുടെയും നിർമ്മാണ കമ്മിറ്റിയുടെയും ഇതിനൊരു നെടുന്തൂൺ അദ്ദേഹം തന്നെയാണ്. നിർമ്മാണ കമ്മിറ്റിയുടെ എല്ലാ ഉപദേശ സമിതിയും എല്ലാം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ ഈ ഔപചാരികപരമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാടിന്റെ വാർഡ് മെമ്പറായ ശ്രീ ബി എസ് പ്രസാദ് മൈലാടമുകൾ വാർഡ് മെമ്പർ, അദ്ദേഹത്തെ ഈ കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം നമ്മളോടെല്ലാം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രികളിൽ